ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ സുക്ക. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ കോഴി എടുത്തിന്. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് വെക്കണം. പിന്നെ 1/2 കപ്പ് തൈര് ഇടണം, 1 ലിംബ് ഇടണം, 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ വെക്കണം. പിന്നെ ഇത്ര ഇട്ടിട്ടില്ല ഈ കോഴിക്കത്ത് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം 2 മണിക്കൂർ. ടൈം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കാം. 1 മണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചിന്. 1 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിന്. ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ടില്ലേ ഇതേമാതിരി കോഴി ഇട്ടിട്ട് കൊടുക്കണം. ഫുള്ള് നല്ല ഗ്യാസാക്കിയിട്ട് നല്ല നമ്മൾ കോഴി കാച്ചും പോലെ എടുത്തിട്ട് കോഴി കാച്ചും പോലെ ഉണ്ടാക്കാൻ പാടില്ല. കാച്ചിട്ട് എടുക്കാൻ കുറച്ചൊരു 80% ഇല്ലേ കാഞ്ഞ് കിട്ടിയാലും മതി. പിന്നെ ഞാൻ വേറെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഴി ഒരു സൈഡിലിട്ടിട്ട് ഞാനില്ലേ ഇത് കൊത്തുമീറില്ലേ, കുറച്ച് കൊത്തുമീറിൻ്റെ ഇതില്ലേ ഡണ്ടി അതെടുത്തിന്. പിന്നെ എരിവിനനുസരിച്ച് കുറച്ചോ നമ്മൾ മുളക് പൊടി ഇടുന്നല്ല, അങ്ങനെ പച്ചമുളക് ഇല്ലേ കുറച്ചിടണം, 5-6 ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പറങ്ങട്ട, കാജു, പിന്നെ തേങ്ങേൻ്റെ കഷ്ണം, ഉണക്ക് തേങ്ങയില്ലേ കൊപ്പര, അതിൻ്റെ ഒരു കഷ്ണം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഉള്ളി ചോപ്പിച്ചിട്ടില്ല, ഉള്ളി ഞാൻ 3 എണ്ണം എടുത്തിന്. ഇത് പിരിസ്താക്കിയിട്ട് ആ 3 എണ്ണം ഉള്ളി ഇതിൻ്റെ ഒക്കെ മിക്സിക്കകത്ത് ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. നല്ല മയ്യ നിൽക്കാൻ തെരി ഉണ്ടാകാൻ പാടില്ല, അതേപോലെ അരച്ചിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഇല്ലേ 3 തക്കാളി എടുത്തിന്. വലുതങ്ങ് 3 എണ്ണം എടുക്കണം, ചെറുതെങ്കിൽ 2 എണ്ണം മതി. നന്ന മസാല കൂടി പോകാൻ പാടില്ല. പിന്നെ ഇങ്ങനെ രണ്ടിനും 2 മിക്സി കത്താക്കിയിട്ട് അരച്ചിട്ട് എടുക്കണം. തക്കാളി വേറെ, ഈ മസാല വേറെ. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പ് കത്ത് കുറച്ച് എണ്ണ എടുത്തിന്. കടായിക്കകത്ത് എണ്ണ എടുത്തിന്. ഇടി ഇത് ഗരം മസാല എടുത്തിന്. കെത്ത, പൂല്, 2 ഏലക്ക, ചപ്പ്, അങ്ങനെ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഈ കോഴി നോക്കല് ഒരു സൈഡ് നല്ല ഇത് വെന്ത് കിട്ടീന്. നന്ന കാച്ചിട്ടെടുക്കാൻ പാടില്ല. ഇതേമാതിരി 2 സൈഡ് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്കില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 സ്പൂൺ ഇടണം. അതിന് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം, അതിൻ്റെ മണം മാറുന്നത് വരെ. പിന്നെ ഇത് ഗരം മസാല 1 സ്പൂണ്, കസ്തൂരി മെത്തി 1/2 സ്പൂണ്, ജീരകപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി അത് 2 സ്പൂൺ എടുക്കണം. 1 സ്പൂണ് റെഡ് ചില്ലി എടുക്കണം. ഈനല്ല പിന്നെ അതേ മസാലക്കത്ത് ഇട്ടിട്ട് കൊടുക്കണം. ഇനി എണ്ണ വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ലേ അതിൽക്കിട്ടിട്ട് കൊടുക്കണം. ഇതിട്ടിട്ട് കൊടുത്ത പിന്നെ നല്ല ഇളക്കിയിട്ട് കൊടുക്കും. പിന്നെ ഇല്ലേ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇത് നല്ല ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ നമ്മൾ തക്കാളി അരച്ചിട്ട് വെച്ചിട്ടില്ലേ തക്കാളി ഇട്ടിട്ട് കൊടുക്കണം. ഈ മസാലക്കത്ത് തക്കാളി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ 1 കഷ്ണം ഇടണം. ഉണ്ടെങ്കിട്ടാലും ഇല്ലെങ്കിൽ മോശയിലും ഉണ്ടെങ്കിട്ടാലും മതി ബട്ടർ. നല്ല ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ തൈര് ഇടണം. 1/2 കപ്പ് പുളിയില്ലാതെ തൈരായിട്ട് എടുക്കണം. പുളിയില്ലാതെ തൈര് അതിട്ടിട്ട് നല്ല ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ട് കൊടുത്ത ഞമ്മ ഇപ്പോൾ തേങ്ങ ഇത് കാജു, കൊത്തുമീർ, പച്ചമുളക് എല്ലാം അരച്ചിട്ട് വെച്ചിട്ടില്ലേ അതിനിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ കറി. പിന്നെ ഈ കോഴി നോക്കല്ലോ ഇതേമാതിരി വെന്ത് കിട്ടി. പിന്നെ മസാല നല്ല വെന്ത് കിട്ടിയ പിന്നെ ഈ കോഴി ഇട്ടിട്ട് കൊടുക്കണം.
കോഴി നോക്കല നല്ല വെന്ത് കിട്ടീന് കാച്ചും തന്നെ. പിന്നെ ഈ കോഴി ഇട്ടിട്ട് കൊടുക്കണം. മസാല എല്ലാം വെന്ത് കിട്ടിയ പിന്നെ നല്ല മണം മാറിയ പിന്നെ ഒരു 15 മിനിറ്റ് മെല്ലെ ഗ്യാസാക്കിയിട്ടില്ലേ, സ്ലോ ഗ്യാസാക്കിയിട്ട് വെച്ചാൽ മതി. ഇതിട്ടിട്ട് കൊടുത്തേ പിന്നെ നല്ല സുക്കാക്കിയിട്ട് എടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. എൻ്റെ നിന്ന് കുറച്ച് വെള്ളം ഏറിപ്പോയിന്. പിന്നെ ഒരു സൈഡിൽ ഞാൻ ഫ്രൈ പാൻ വെച്ചിന്. ഒരു 1/2 സ്പൂണില്ലേ നെയ്യ് ഇട്ടിട്ട് കൊടുത്തിന്. നെയ്യ് ഇട്ടിട്ട് കൊടുത്തേ പിന്നെ ഞാൻ 3 മുട്ട എടുത്തിട്ടില്ലേ 3 മുട്ട എടുത്തിന് ഒരു ബൗളിൽ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇതേമാതിരി ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടി ഇടണം, നല്ല ടേസ്റ്റിന്. പിന്നെ മുട്ടനെ മറിച്ചിട്ടിട്ടാൽ മതി. മുട്ട ഒരു സൈഡ് വെന്തേ പിന്നെ ഇതേമാതിരി ഇതാ. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് 3 കഷ്ണാക്കിയിട്ട് എടുക്കണം. 3 കഷ്ണാക്കിയിട്ടില്ല കറിയിൽ നോക്കല്ലോ ഒരു സൈഡിൽ വെന്ത് കിട്ടീന്. നല്ല ടേസ്റ്റ് ഇങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കി അഭിപ്രായം പറയും. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. കറി കാണാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നു. പുതിയതായിട്ട് ആരും കാണുന്ന ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ ഈ മുട്ടനില്ലേ ഇത് പിന്നെ ഈ കറീനേരെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. ഈ കറീനെ ഇതാക്കിയിട്ട് മുട്ടനെ 3 കഷ്ണാക്കിയിട്ടില്ലേ റോളാക്കിയിട്ട് ഈ കറീൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. ചിക്കൻ ഇത് പറയുന്നത് എന്ത് ചിക്കൻ റോൾ കറി. അത് നമ്മൾ ഈ മുട്ടനെ ഇങ്ങനെ റോളാക്കിയിട്ട് വെക്കുന്നില്ല അതിന് വേണ്ടിയിട്ട്.